ഹായ് ഗൈസ്, ഞാൻ ഒരുപാട് നേരം ഇങ്ങനെ തുണികളിങ്ങനെ ഇട്ട് നോക്കണത് വീഡിയോ ഒന്ന് അടിപൊളിയാക്കാനായിട്ട്. പക്ഷെ നടക്കണില്ല. സാധാരണ പോലെ പറയാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് റോസിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഒരുപാട് പേര് വീഡിയോസ് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനായിട്ട് വേണ്ടത് കോട്ടൺ വേണം, നോർമൽ നെറ്റ് വേണം, സ്റ്റിഫ് നെറ്റ് വേണം, പിന്നെ ഫ്ലവർ അടിക്കാനുള്ള നെറ്റ്, സാറ്റൺ. ഇതൊരു 3 വയസ്സായിട്ടുള്ള കൊച്ചിനാണ് കേട്ടോ തയ്ക്കണത്. ഇത് ഷോൾഡർ 4.75 എടുക്കേണ്ടത്. ആം ഹോളും സെയിം അത് തന്നെ. സ്ലീവ് ഉണ്ടായിരുന്നു. പിന്നെ ചെസ്റ്റ് 20 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം കൊടുത്തിട്ട് പ്ലസ് 2 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 1.5 വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. താഴ്ഭാഗം അതായത് വേസ്റ്റിൻ്റെ ഭാഗം 19 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം എടുക്കുക, 2 കൂട്ടുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ 2 ഇഞ്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 1.5 ഇഞ്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഡ്രസ്സിന് കുറച്ച് ലൂസാണ് നല്ലത്. കാരണം നമുക്ക് ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഏത് ഡ്രസ്സ് അടിക്കണമെങ്കിൽ നമ്മൾ മോഡലിൽ വേണം. എന്ത് ഡ്രസ്സ് അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേപ്പറിൽ വേണം കേട്ടോ വെട്ടാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ ആദ്യം കുറച്ച് ഇറക്കിയിട്ട് അടയാളപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ്. അതായത് പകുതി റോസ് കളർ നെറ്റും ബാക്കി പകുതി ബ്ലാക്ക് ആണ് തന്നെ. പിന്നെ ബ്ലാക്കിൻ്റെ പടി ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞ് ആ പടി ഒട്ടും കാണണ്ടെന്ന് പറഞ്ഞ്. ബ്ലാക്ക് ഒട്ടും കാണരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതങ്ങനെ ആക്കിയത്. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ലെങ്ത്ത് വെട്ടണത് 4 ഇഞ്ചാണ് കേട്ടോ. ലെങ്ത്ത് എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ് തയ്ക്കണത്. അപ്പോൾ പേപ്പറിലാകുമ്പോൾ ഇതേപോലെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് വെട്ടണം 4 ഇഞ്ച്. ഈ 2 പേപ്പറും വെച്ചിട്ട് വേണം നമ്മളിനി കോട്ടണിൽ വെട്ടിയെടുക്കാനായിട്ട്. ആദ്യം എടുക്കേണ്ടത് കോട്ടനാണ് കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്തെ പീസ് നമുക്ക് വെട്ടിയെടുക്കാം. ബാക്ക് പീസ് വെട്ടുമ്പോൾ എപ്പോഴും നമ്മൾ പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, എപ്പോഴും 1/2 ഇഞ്ച് 1.5 ഇഞ്ചോ നമുക്ക് ഓക്കെ ആക്കാം. 1.5 ചിലർ ഉക്സ് പിടിപ്പിക്കണവരുണ്ട്, ചിലർ സിബ് വേറെ രീതിയിൽ പിടിപ്പിക്കണുണ്ട്. അപ്പം ഞാനിത് 1/2 ഇഞ്ചിൻ്റെ മോഡലിലാണ് സിബ് പിടിപ്പിക്കാൻ വേണ്ടി പോകണം. ഇതിപ്പോൾ ഫ്രണ്ട് പീസാണ് കേട്ടോ വെട്ടണത്. ഒരു പീസ് മടക്കി ഇട്ടിട്ട് വേണം ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാനായിട്ട്. ഇതേപോലെ അങ്ങോട്ട് വെട്ടിയെടുക്കണം. ഇനി ആ വെട്ടിയ പീസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ബാക്ക് പീസ് വെട്ടിയെടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് പീസ് വെട്ടുമ്പോൾ സിബ് പിടിപ്പിക്കാനും കൂടിയുള്ളത് വേണം വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ 1/2 ഇഞ്ച് എക്സ്ട്രാ കയറ്റി വെച്ചിട്ട് വേണം വെട്ടാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ കോട്ടണിൽ ബാക്കും ഫ്രണ്ടും വെട്ടിക്കഴിഞ്ഞ് ഇനി നെറ്റിൽ മേൽഭാഗത്തെ പീസ് ഉണ്ടല്ലോ അത് വെട്ടണം. അപ്പോൾ ആ പീസ് നമ്മൾ വെച്ചിട്ട് വേണം 1/2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് താഴത്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ബാക്ക് പീസാണ് കേട്ടോ വെട്ടിയേക്കണത്. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് സൈഡിൽ കയറ്റിയെടുത്തിരിക്കുന്നത്. ഇത് മുകൾ ഭാഗത്തെ പീസാണ്, അത് ബാക്ക് പീസാണ്. ഇനി ഫ്രണ്ട് പീസിലെ മുകൾ ഭാഗം നമുക്ക് വെട്ടാം. അത് കറക്റ്റ് ആണ്. ആ പേപ്പർ പോകാതെ സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. 1/2 ഇഞ്ച് എക്സ്ട്രാ താഴത്തേക്കും വിട്ടിട്ട് വേണം വെട്ടാനായിട്ട്. ഇത് വേണ്ട ബാക്ക് പീസ് നമ്മൾ വെച്ച് നോക്കിയിട്ട് അടയാളപ്പെടുത്തിയിട്ട് വെച്ചാലും മതി. ആ 1/2 ഇഞ്ച് എന്ന് വെച്ചാൽ തയ്യൽ തുമ്പാണ്, അത് മറ്റേതിലും എടുക്കണമായിരുന്നു. അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞാൽ അത്രയും ബോഡിൻ്റെ ലെങ്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു വശത്ത് മാത്രം 1/2 ഇഞ്ച് കൂട്ടിയേക്കണത്. അല്ലെങ്കിൽ അതിലും 1/2 ഇഞ്ച് കൂട്ടണം, ഇതിലും 1/2 ഇഞ്ച് കൂട്ടണമായിരുന്നു. ഈ ഓരോ പീസും വെട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയുക, എല്ലാ പീസും ഇതേപോലെ ചെറിയ ചെറിയ പീസാണല്ലോ, അതൊക്കെ അടക്കി പിറക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കണ സമയത്ത് കാണാണ്ടാവും, പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് കൈ വെട്ടാം. കൈ പകുതി ബ്ലാക്കും ബാക്കി മുകൾ ഭാഗത്തേക്ക്, അതായത് ആ റോസാപ്പൂ തന്നെ ഭാഗം മുതൽ ഈ ട്രാൻസ്പെറൻറ്റ് പോലെ ഉണ്ട് കൈ എടുക്കണം. അപ്പോൾ ഫുൾ സ്ലീവ് തന്നെ കൈ എടുത്തിട്ട് അതിലേക്ക് ബ്ലാക്ക് എവിടെ നിന്നാണോ വന്നത് അതിൽ വെച്ച് അറ്റാച്ച് ചെയ്യലാണ്ട്. അപ്പം 7 ഇഞ്ചുള്ളൂ കൈ. അപ്പം 3.5, അപ്പം അതിൻ്റെ പകുതി 3.5, പിന്നെ 4.5, 5.5, 2. ഇനി കട്ടിങ് റൗണ്ട് പോയിൻ്റാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഏതൊരാളുടെയും നെഞ്ചുവണ്ണത്തിൻ്റെ 12ൽ ഒരു ഭാഗമാണ് കട്ടിങ് റൗണ്ട് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയേക്കണതിൻ്റെ ആ ഭാഗത്ത് നിന്നും കട്ടിങ് റൗണ്ട് പോയിൻറ്റിലേക്ക് ഇതേപോലെ ഒരു വരച്ച് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക് വരച്ച് അത് ശരിയായിക്കോളും. പിന്നെ താഴ്ഭാഗം കൈ കുറച്ച് ലൂസിലാണ് എടുക്കണത്. പിന്നെ 2 ഇഞ്ച് ഇപ്പം നമ്മൾ കൈവണ്ണത്തിൻ്റെ പകുതി എടുക്കുക, അതായത് 7 ഇഞ്ചിൻ്റെ പകുതി 3.5, പിന്നെ അതിൻ്റെ കൂടെ 2 ചേർക്കുക. കുട്ടികൾക്ക് ശരിക്കും 1.5 ചേർക്കുള്ളൂ. പക്ഷേ ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സാണ് ഫ്ലവർ വന്നുകൊണ്ട്. അപ്പോൾ നമ്മൾ 1.25 1.5 തയ്ച്ചാൽ നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ ലൂസായതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. 1.25 വേണമെങ്കിൽ 1.25 തയ്ക്കുക, അല്ലെങ്കിൽ 1.5 തയ്ക്കുക, അല്ലെങ്കിൽ 1 ഇഞ്ച് തയ്ക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് കൈ വെട്ടിയെടുക്കാം.
ഇതൊക്കെ ഓരോ പീസും പോകാതെയും അതിൻ്റെ ഒപ്പം തന്നെ കൂട്ടി കൂട്ടി വെക്കുകയും വേണം. ഇതേപോലെ അത് നമുക്ക് മടക്കി ഓരോ പീസുകളും വെക്കാം. എന്നിട്ട് നമുക്ക് സാറ്റണിൽ ബാക്കിയുള്ള പീസ് വെട്ടിയെടുക്കാം. ഇനി ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് സാറ്റണിൽ നമുക്ക് എക്സ്ട്രാ തുണി ഇട്ടിട്ട് വേണം കേട്ടോ വെട്ടിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ തയ്ക്കുന്ന സമയത്ത് അറ്റപ്പറ്റ വെട്ടിയിട്ടുണ്ടെങ്കിൽ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ കൈക്കുഴിൻ്റെ ഭാഗത്തുമ്പിളില്ലേ കുറച്ച് ചരിച്ച് വേണം വെട്ടാനായിട്ട്. അറ്റപ്പറ്റ വെട്ടുമ്പോൾ തയ്ക്കാൻ ബുദ്ധിമുട്ടാണത്. നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇത് ബാക്ക് പീസാണ്, അതുകൊണ്ടാണ് 2 പോർഷൻ ആക്കണത്. ഇത് ഫ്രണ്ട് പീസുമാണ്. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വേണം വെട്ടിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ആ ലൈനിങ് പീസ് സാറ്റണിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കറക്റ്റായിട്ട് ലൈനിങ് പീസിൻ്റെ അളവിൽ തന്നെ വെട്ടിയെടുക്കണം. ഇനി മുകൾ ഭാഗത്ത് ആ നെറ്റ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതേപോലെ 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസിൽ അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് പീസ് 1/2 ഇഞ്ച് വെച്ച് ഇതേപോലെ തയ്ച്ചെടുക്കണം. എല്ലാ പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൈ പീസ് എങ്ങനെയാണ് നമുക്ക് എടുക്കണമെന്ന് നോക്കാം. ബ്ലാക്ക് സാറ്റന് നമ്മൾ 4 പീസായിട്ട് മടക്കിയിടണം. 2 കൈയാണല്ലോ, അതുകൊണ്ടാണ് 4 പീസായിട്ട് മടക്കിയിടുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഡ്രസ്സിൻ്റെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗം എടുത്തിട്ടില്ലേ, അതിൽ നിന്നൊരു അളവ് എടുത്തിട്ടാണ് ഇതിൽ 4-4.5 ഇഞ്ചോളം അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് താഴ്ഭാഗം വെട്ടിക്കൊടുക്കണം. പിന്നെ ആ 4 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗവും വെട്ടിക്കൊടുക്കണം. കാരണം അതിനേലും കുറച്ച് മേൽഭാഗത്തേക്ക് 1/2 ഇഞ്ച് കൂടുതൽ വേണം വെട്ടിയെടുക്കാനായിട്ട് ബ്ലാക്ക് പീസ്, കാരണം മടങ്ങി പോകുമല്ലോ. എന്നിട്ട് സൈഡും നമ്മൾ കുറച്ച് തുണി എക്സ്ട്രാ ഇട്ടിട്ട് വേണം വെട്ടിക്കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ആയിരിക്കും, കണ്ട ട്രാൻസ്പെറൻറ്റും കാണും. ആ ബോഡിക്ക് അനുസരിച്ച് തന്നെ കയ്യും കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് നെക്ക് വെട്ടിക്കൊടുക്കാം. നെക്ക് വെട്ടിക്കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ നെക്ക് മതി എന്ന് പറഞ്ഞാൽ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന നെക്കില്ലേ, അപ്പോൾ അത് നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് വരക്കണം. കാരണം അതിൻ്റെ നെക്ക് ബ്രെത്ത് കിട്ടാനായിട്ടാണ് നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നെറ്റായതുകൊണ്ടും അല്ലെങ്കിൽ സാധാരണയിലാണെങ്കിലും അതേപോലെ വരച്ചു കൊടുക്കണം, നല്ലതാണ്. രണ്ടും അല്ലെങ്കിൽ നെക്ക് ബ്രെത്ത് മാറിപ്പോവും. വെട്ടണ സമയത്ത് 2 സെപ്പറേറ്റ് ഇട്ടിട്ട് വെട്ടിയാൽ മതി എന്ന് മാത്രം. അപ്പോൾ 2 ഇഞ്ചാണ് ചെസ്റ്റ് ബ്രെത്തിൻ്റെ 12 ഭാഗമാണല്ലോ എടുക്കണത്. അപ്പോൾ ഇതൊരു 1.9 വരും. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് എടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല, കഴുത്ത് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഞാൻ എല്ലാം ഒരുമിച്ചിട്ടാണ് ഇതിൽ വെട്ടണം കേട്ടോ, കാരണം ചെറുതായിട്ട് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാനായിട്ടുള്ളതാണ്. നമുക്ക് കഴുത്ത് വെട്ടിക്കഴിഞ്ഞാലേ കൈ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കഴുത്ത് ഇത് ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞിട്ട് വേണം കേട്ടോ കഴുത്ത് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ മടക്കി തയ്ക്കാനായിട്ട്. ക്രോസ് പീസ് സെയിം കളറിൽ തന്നെയാണ് വെട്ടിയെടുക്കണത്. ഇതേപോലത്തെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രോസ് പീസ് നമുക്ക് വെട്ടിയെടുക്കാം. അതാകുമ്പോൾ കറക്റ്റ് അളവിൽ കിട്ടും. അല്ലെങ്കിൽ ഈ നെറ്റിലൊക്കെ വരക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഇതേപോലെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാം. ഇപ്പം കഴുത്ത് ക്രോസ് ചെയ്ത് തയ്ച്ചും കഴിഞ്ഞിട്ടുണ്ട്, സിബും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കൈയും കൂടി ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ താഴത്തെ കോട്ടൺ മെറ്റീരിയൽ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ അത് നമുക്ക് വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റ് 6.75 നമ്മൾ വെട്ടിയത്, അതിൻ്റെ വേസ്റ്റിൻ്റെ 6.75 × 2 / 3 പ്ലസ് സെയിം മൈനസ് 1.5. ഇങ്ങനെയാണ് ഫസ്റ്റ് റൗണ്ട് വെട്ടണം. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ മേൽഭാഗം, സെക്കൻഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴ്ഭാഗം. അപ്പോൾ ഈ സെക്കൻഡ് റൗണ്ട് കിട്ടുന്നത് ഫുൾ ലെങ്ത്ത് മൈനസ് ബോഡി ലെങ്ത്ത് പ്ലസ് ഫസ്റ്റ് റൗണ്ട്. നിങ്ങളൊന്നും കൂടി സ്ലോയിൽ കേട്ടാലും മനസ്സിലാവും ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത്. മെത്തേഡ് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. വലിയ ആൾക്കാർക്കും ഇതേപോലെ തന്നെയാണ്. എവിടെ നിന്നാണോ അമ്പർല വെട്ടുന്നത് അതിൻ്റെ കണക്കെടുത്തിട്ട് അതിൻ്റെ × 2 / 3 പ്ലസ് സെയിം മൈനസ് 1.5. അതാണ് ഫസ്റ്റ് റൗണ്ട്. സെക്കൻഡ് റൗണ്ട് ഫുൾ ലെങ്ത്ത് മൈനസ് ബോഡി ലെങ്ത്ത് പ്ലസ് ഫസ്റ്റ് റൗണ്ട്. ഇതിപ്പോൾ നമ്മൾ പൂവ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ക്വയറാക്കി മടക്കി എടുക്കണേണ് ബാക്കിയുള്ള പീസുകൾ മൊത്തം. അപ്പം അങ്ങനെ മടക്കി എടുത്തിട്ട് സെൻറ്ററിൽ ഒരു ഡോട്ട് കൊടുത്തിട്ട് 5ൻ്റെ ഒരു റൗണ്ടിൽ നമ്മൾ ചോക്ക് ഉപയോഗിച്ച് വരക്കും. എന്നിട്ട് അതിനേലൊരു 1/2 ഇഞ്ച്
എക്സ്ട്രാ റൗണ്ട് ചെയ്ത് വെട്ടിയെടുക്കും. പത്ത് പൂവിനുള്ളത് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പൂവിനുള്ളതും 2 പീസ് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്യാനായിട്ട്. അത് ജോയിൻ ചെയ്യുമ്പോൾ 2 ഇഞ്ചോളം നമ്മൾ റൗണ്ടിൽ അടിച്ച് വരുമ്പോൾ 2 ഇഞ്ചോളം ഗ്യാപ്പ് വിടണം. എന്നാലേ നമുക്കത് ഇതേപോലെ ഇങ്ങനെ മറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല പണിയായിരിക്കുള്ളൂ ഗ്യാപ്പില്ലെങ്കിൽ മറിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കത് നടുക്കൊരു പോയിൻ്റ് കൊടുത്തിട്ട് റൗണ്ട് ചുറ്റിനും ഇപ്പോൾ ഫ്ലവർ വന്നതുണ്ടല്ലോ അത് നമുക്ക് ചുറ്റിനും ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുകയും ചെയ്യാം. സൈഡിൽ നിന്ന് വേണം കേട്ടോ എപ്പോഴും വരച്ചെടുക്കാനായിട്ട്. സെൻറ്ററിൽ നിന്ന് വരച്ച് കൊടുക്കരുത്. സെൻറ്ററിൽ നിന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ചെറിയ ഇങ്ങനെ ഒരു 4 ഇഞ്ചിൽ വേണം കേട്ടോ, എന്നാലേ ഫ്ലവർ നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. അഥവാ ഫ്ലവർ തിക്കിന് വേണ്ട എന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് റൗണ്ട് വരച്ച് കൊടുക്കാം. 6 ഇഞ്ച് വീതിക്കാണ്ട ഫ്ലവറിൻ്റെ നെറ്റ് വെട്ടിയെടുക്കണത്. എന്നിട്ട് അത് മടക്കി വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ലെയറായിട്ടും ഇങ്ങനെ തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ മടക്കി വെച്ച് തയ്ച്ചെടുക്കുമ്പോൾ ഒരു 2-3 ഇഞ്ച് ഇടവിട്ടിട്ട് ഓരോ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. എന്നാലേ ഒരു ഫ്ലവറിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫ്ലവറിന് ഭംഗി ഉണ്ടാവില്ല. തുണിയിൽ റൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ തുമ്പുവശം ഇങ്ങനെ കോൺ പോലെ മടക്കണം. എന്നിട്ട് ഫസ്റ്റ് സൈഡിൽ നിന്ന് വേണം തുടങ്ങാൻ, സെൻറ്ററിൽ നിന്ന് ഒരിക്കലും തുടങ്ങരുത്. പൂ തയ്ച്ചെടുക്കാൻ പറ്റില്ല. പൂ തയ്ച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് എങ്ങനെയാണോ നമ്മൾ കോൺ പോലെ വെച്ചത് അതേപോലെ തന്നെ ലാസ്റ്റും കോൺ പോലെ വെച്ച് സൂചി നൂല് ഉപയോഗിച്ച് അതിൻ്റെ ഫില്ലിങ് കംപ്ലീറ്റ് ചെയ്ത് താഴ്ഭാഗത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് കെട്ടിടണം. എന്നിട്ട് പൂവിൻ്റെ പണി തീർന്നിട്ടില്ല. പൂ ഇത് കണ്ടായിരുന്നു വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഇങ്ങനെ മടക്കി പിടിച്ച് തുന്നിയെടുത്താൽ മാത്രമേ പൂ അതേപോലെ കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ പൂവ് ഇങ്ങനെ അമുങ്ങിപ്പോവുക. അതൊക്കെ ഒന്ന് നമ്മൾ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഓരോ ഡ്രസ്സിനും പൂവുകൾ ഒരുപാട് ടൈമിങ് എടുക്കട്ടെ. ഈ പൂവുകളൊക്കെ തന്നെ സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തുന്നിയാൽ മാത്രമേ നമുക്ക് പൂവ് ഓക്കെ കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ സിബ് ഉള്ളതുകൊണ്ട് ഇതിന് ഒരെണ്ണത്തിന് മാത്രം പ്രസ് ബട്ടൺ 4 വശത്തായിട്ട് പിടിപ്പിക്കണം. ബാക്കിലാണ് കേട്ടോ, ഫ്രണ്ടിലല്ല. പിന്നെ ബാക്കിൽ സിബിൻ്റെ സൈഡിലും അതേപോലെ തന്നെ പിടിപ്പിക്കണം. അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതേപോലെ പിടിപ്പിച്ചാലേ അത് നമുക്ക് സിബ് മാറ്റി ഉപയോഗിക്കാനും പറ്റുള്ളൂ. ഇതിന് ഞാൻ ടോട്ടൽ 8 ലൈനിങ്ങാണ് ഉപയോഗിച്ചേക്കണം. അപ്പോൾ അതായത് നമ്മൾ സാറ്റണിലും താഴ്ഭാഗത്തേക്ക് വന്ന് നിൽക്കാനായിട്ടാണ് ഈ നെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത്ത് മൈനസ് ബോഡി ലെങ്ത്ത് എന്ന് കഴിഞ്ഞിട്ടും അതിൻ്റെ കൂടെ ഒരു 10 ഇഞ്ചെങ്കിലും എക്സ്ട്രാ കൂട്ടിയെടുക്കണം ഈ നെറ്റിന്. എന്നിട്ട് ഏറ്റവും താഴ്ഭാഗത്ത് സാധാരണ ലൈനിങ്, പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റിഫ് നെറ്റ് വരുമ്പോൾ ഈ സാധാരണ ലൈനിങ്ങിൽ നിന്നും കുറച്ചും കൂടി ഇറങ്ങിയിട്ട് നമ്മൾ ഒരു വര വരച്ച് കൊടുക്കും. അതായത് ഒരു 5 ഇഞ്ചോളം ഇറങ്ങിയിട്ട് വര വരച്ച് കൊടുക്കും. അല്ലെങ്കിൽ വയറിൻ്റെ അവിടെ തന്നെ വെക്കുമ്പോഴുണ്ടല്ലോ കുട്ടികൾക്ക് കുത്തിക്കൊള്ളും, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ലൈനിങ്ങിലേക്ക് ഇത് വരച്ചിട്ട് സ്റ്റിഫ് നെറ്റ് 2 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണമായില്ലേ. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും കുറച്ച് തിക്കായിട്ട് തന്നെയാണ് വെച്ചേക്കണത്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ലൈനിങ് 2 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാധാരണ നോർമൽ നെറ്റ് 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ 5 ആയില്ലേ. പിന്നെ അടുത്തത് വേറൊരു സ്റ്റിഫ് നെറ്റും കൂടി അതിൻ്റെ മുകളിൽ വരുന്നുണ്ട്, 6 ആയി. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് സാറ്റണ് 1 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകൾ ഭാഗത്ത് സാറ്റണും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാറ്റൺ ഏറ്റവും മുകൾ ഭാഗത്ത് മാത്രമാണ് കുറച്ചധികം ഫ്ലീറ്റ് ഇട്ടേക്കണം. അതിൻ്റെ താഴ്ഭാഗത്ത് അതിനേലും കുറച്ചാണ് ഇട്ടേക്കണത്. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ സ്റ്റിഫ് നെറ്റും. പിന്നെ ഏറ്റവും താഴ്ഭാഗത്ത് കോട്ടനാണ്. കോട്ടൺ എപ്പോഴും കുട്ടികൾക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചൊറിച്ചിൽ ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. പിന്നെ ഈ സാറ്റൻ്റെ താഴ്ഭാഗം സ്റ്റിഫായിട്ട് നിൽക്കാനായിട്ട് നമ്മൾ കോളറിന് പിടിക്കണ ക്യാൻവാസ് ഉണ്ട്, കോളറിന് പിടിപ്പിക്കണ ക്യാൻവാസ്. അത് ഉപയോഗിച്ചിട്ടാണ് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്യാൻ എന്ന് പറഞ്ഞ സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും ആണ് ഞാൻ ചെയ്തത്. എന്നിട്ട് പിന്നെ ഈ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അറ്റാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം ഫ്ലവർ പിടിപ്പിക്കണതിന് മുമ്പ് ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഫ്ലവർ പിടിപ്പിക്കലും ഈ ഡ്രസ്സിൻ്റെ തുന്നലും എല്ലാം കൂടി. പിന്നെ വളരെ ചെറിയ കൊച്ചും കൂടിയാണല്ലോ, അപ്പോൾ ഈ സ്റ്റിഫ് നെറ്റും എല്ലാം കൂടി നമുക്ക് റൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഇനി സൈഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ പണി കഴിഞ്ഞ്. അപ്പോൾ
നിങ്ങൾക്കും ഇതേപോലെ മക്കളാ പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.